അച്ഛൻ പറഞ്ഞ കഥകളുടെ 16-ാം ഭാഗം പറയുന്നത് സ്വന്തം മകനാൽ വധിക്കപ്പെട്ട അർജുനന് മൃതസഞ്ജീവനി എന്ന അമൂല്യരത്നം ജീവൻ തിരിച്ചു നൽകിയ കഥയാണ്. മഹാഭാരതത്തിലെ അശ്വമേധ പർവ്വത്തിൽ പറയുന്ന ഈ കഥയിലെ പ്രധാന കഥാപാത്രം അർജുനൻ്റെ മകനായ ബഭ്രുവാഹനാണ്. സ്വന്തം ജ്യേഷ്ഠ സഹോദരനായ കർണൻ്റെ മകൻ വൃഷകേതുവിനെ ജീവന് തുല്യം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത അർജുനനെയും നമുക്ക് ഈ കഥയിൽ കാണാം. ബഭ്രുവാഹൻ്റെ ജനനകഥയിലേക്ക്. മണിപുര എന്ന രാജ്യത്തെ രാജാവായിരുന്ന ചിത്രവാഹൻ്റെ പുത്രിയായിരുന്നു ചിത്രാംഗത. ആയോധന കലകൾ അഭ്യസിച്ച ചിത്രാംഗത യുദ്ധമുറകളിൽ അതിസമർത്ഥയായ രാജകുമാരിയായിരുന്നു. അർജുനൻ്റെ വീരസാഹസിക കഥകൾ കേട്ട ചിത്രാംഗതയ്ക്ക് അർജുനനോട് ആരാധന തോന്നുകയും അർജുനനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് അവർ തമ്മിൽ കണ്ടുമുട്ടുകയും ഇരുവരും പരസ്പരം അനുരക്തരായി വിവാഹം കഴിക്കുകയും ചെയ്തു. ചിത്രാംഗത ഗർഭിണിയാവുകയും അതിതേജസ്സാർന്ന ഒരു പുത്രന് ജന്മം നൽകുകയും ചെയ്തു. മണിപുരയുടെ പാരമ്പര്യമനുസരിച്ച് ചിത്രാംഗത മണിപുരയിൽ തന്നെ തുടരുകയും അവർക്ക് ജനിക്കുന്ന പുത്രൻ അനന്തരാവകാശിയാവുകയും ചെയ്യണമായിരുന്നു. അതിനാൽ ചിത്രാംഗതയെയും മകനെയും മണിപുരയിൽ തുടരാൻ അനുവദിച്ച് അർജുനൻ ഹസ്തിനപുരത്തേക്ക് മടങ്ങി. മാതാവിൻ്റെ ശിക്ഷണത്താൽ ബഭ്രുവാഹനൻ അസാമാന്യ യോദ്ധാവാവുകയും വിശേഷപ്പെട്ട അസ്ത്രവിദ്യകൾ പലതും സ്വായത്തമാക്കുകയും ചെയ്തു. കാലങ്ങൾ കഴിഞ്ഞു. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം യുധിഷ്ഠിരൻ ഹസ്തിനപുരത്തിൻ്റെ രാജാവായി. സ്വന്തം ജ്യേഷ്ഠ സഹോദരനാണെന്ന് തിരിച്ചറിയാതെ കർണനെ വധിക്കേണ്ടി വന്നതിൽ അർജുനൻ അതീവ ദുഃഖിതനായിരുന്നു. കർണൻ്റെ മരണശേഷം അംഗരാജ്യത്തിൻ്റെ രാജാവായി മാറിയ കർണൻ്റെ ഇളയപുത്രൻ വൃഷകേതുവിനെ അർജുനൻ ഹസ്തിനപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയും തനിക്ക് മാത്രം സ്വായത്തമായിരുന്ന എല്ലാ അസ്ത്രവിദ്യകളും പഠിപ്പിച്ച് വൃഷകേതുവിനെ ഒരു തികഞ്ഞ യോദ്ധാവാക്കി മാറ്റുകയും ചെയ്തു. താൻ പകർന്നു തന്ന ദിവ്യാസ്ത്രങ്ങൾ മറ്റാർക്കും പറഞ്ഞു കൊടുക്കരുതെന്ന് വൃഷകേതുവിനെ ഉപദേശിച്ച അർജുനൻ അനേകം പേരുടെ ജീവനെടുത്ത ദിവ്യാസ്ത്രങ്ങളുടെ പ്രയോഗം വൃഷകേതുവിന് ശേഷം ഇല്ലാതാകട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്നു. തൻ്റെ മരണം വരെയും വൃഷകേതുവിനെ സംരക്ഷിക്കുമെന്ന് അർജുനൻ പ്രതിജ്ഞയെടുത്തിരുന്നു. അങ്ങനെയിരിക്കെ മഹർഷിമാരുടെ നിർദ്ദേശപ്രകാരം യുധിഷ്ഠിരൻ അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ചു. അശ്വമേധത്തിൻ്റെ ഭാഗമായി ഒരു കുതിരയെ നാട് നീളെ അയക്കുകയും അത് പോകുന്നിടത്തെല്ലാം അതിനെ അയച്ച രാജാവിന് ഭൂമിയും സമ്പത്തുമൊക്കെ ഏറ്റെടുക്കുകയും ചെയ്യാം. അശ്വത്തെ തടയുന്ന രാജ്യത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിരിക്കണമെന്ന് മാത്രം. അങ്ങനെ യാഗാശ്വവുമായി അർജുനനും ഭീമനും വൃഷകേതുവും മണിപുരയിലെത്തിയപ്പോൾ സ്വന്തം പിതാവായ അർജുനനെ തിരിച്ചറിയാതിരുന്ന ബഭ്രുവാഹനൻ കുതിരയെ തടയുകയും പിടിച്ചുകെട്ടുകയും ചെയ്തു. മണിപുരയും ഹസ്തിനപുരവും തമ്മിൽ യാതൊരു ശത്രുതയുമില്ലാത്തതിനാൽ യുദ്ധത്തിന് താൽപ്പര്യമില്ലെന്നും കുതിരയെ വിട്ടു നൽകണമെന്നും അർജുനൻ അറിയിച്ചു. എന്നാൽ ബഭ്രുവാഹൻ അതിന് തയ്യാറായില്ല. കേവലം ഒരു കൗമാരക്കാരനോട് യുദ്ധത്തിന് താൽപ്പര്യമില്ലാത്തതിനാൽ അർജുനൻ ഭീമനെയും വൃഷകേതുവിനെയും ചുമതലകൾ ഏൽപ്പിക്കുകയും ഹസ്തിനപുരത്തേക്ക് മടങ്ങുകയും ചെയ്തു. കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഭീമനെ ബഭ്രുവാഹൻ തോൽപ്പിച്ചു. പിന്നീട് വൃഷകേതുവും ബഭ്രുവാഹനുമായി പൊരിഞ്ഞ പോരാട്ടം തന്നെ നടന്നു. സവിശേഷ അസ്ത്രങ്ങൾ പലതും ഇരുവരും പ്രയോഗിച്ചു. ഒടുവിൽ ബഭ്രുവാഹൻ്റെ അസ്ത്രമേറ്റ് വൃഷകേതു മരിച്ചു വീണു. വൃഷകേതുവിൻ്റെ മരണവാർത്ത അറിഞ്ഞ അർജുനൻ ദുഃഖം താങ്ങാനാകാതെ പൊട്ടിക്കരഞ്ഞു. വൃഷകേതുവിൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ തിരികെ മണിപുരയിലെത്തിയ അർജുനനും മകൻ ബഭ്രുവാഹനും നേർക്കുനേർ വന്നു. അതികഠിനമായ പോരാട്ടത്തിനൊടുവിൽ ബഭ്രുവാഹൻ്റെ ദിവ്യാസ്ത്രമേറ്റ് അർജുനൻ മരിച്ചു വീണു. അപ്പോൾ അവിടെ എത്തിയ ചിത്രാംഗത ബഭ്രുവാഹൻ വധിച്ചത് സ്വന്തം പിതാവിനെയാണെന്ന് അറിയിച്ചു. അങ്ങനെ യുദ്ധഭൂമി ദുരന്തഭൂമിയായി മാറി. ഏവരും വിഷമിച്ചിരിക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ട ശ്രീകൃഷ്ണൻ അർജുനൻ്റെ മരണം വിധിയുടെ അനിവാര്യതയാണെന്ന് അറിയിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിൽ ആണും പെണ്ണുമല്ലാത്ത യോദ്ധാവിന് നേരെ ആയുധമെടുക്കില്ല എന്ന് ശപഥം ചെയ്തിരുന്ന ഭീഷ്മരെ ശിഖണ്ഡിയെ മുൻനിർത്തി ആയുധം താഴെ വെപ്പിക്കുകയും ശേഷം വധിക്കുകയും ചെയ്ത അർജുനനെ ഭീഷ്മരുടെ മാതാവായ ഗംഗാദേവി ശപിച്ചിരുന്നു. നീ നിന്റെ മകനാൽ വധിക്കപ്പെടുമെന്നായിരുന്നു ആ ശാപം. അർജുനൻ്റെ പത്നിമാരിൽ ഒരാളായ നാഗരാജകുമാരി ഉലൂപി ഗംഗാദേവിയോട് അപേക്ഷിച്ചതിൻ്റെ ഫലമായി ശാപമോക്ഷത്തിനുള്ള മാർഗം ഗംഗാദേവി നിർദ്ദേശിച്ചിരുന്നു. അപൂർവരത്നമായ മൃതസഞ്ജീവനി എന്ന നാഗമണി അർജുനൻ്റെ മുറിവിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ അർജുനനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും എന്നായിരുന്നു അത്. അതുപ്രകാരം ഉലൂപി നാഗമണിയുമായി അവിടെ എത്തുകയും അർജുനൻ്റെ മുറിവിൽ ശ്രീകൃഷ്ണൻ നാഗമണി ചേർത്ത് വയ്ക്കുകയും ചെയ്തു. അർജുനന് ജീവൻ തിരികെ ലഭിക്കുകയും ചിത്രാംഗതയിൽ നിന്നും ബഭ്രുവാഹൻ സ്വന്തം മകനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ കർണപുത്രനായ വൃഷകേതുവിൻ്റെ മരണം അർജുനനെ മാനസികമായി തകർത്തിരുന്നു. ഇത് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ മൃതസഞ്ജീവനി ഉപയോഗിച്ച് വൃഷകേതുവിനെ പുനരുജ്ജീവിപ്പിച്ചു.
ബബ്രുവാഹനെ മണിപുരയുടെ ഭരണാധികാരിയായി അവരോധിച്ച് ഏവരും ഹസ്തിനപുരത്തേക്ക് മടങ്ങുകയും ചെയ്തു. ഇതാണ് അർജുനപുത്രൻ ബബ്രുവാഹൻ്റെയും കർണപുത്രൻ വൃഷകേതുവിൻ്റെയും അർജുനൻ്റെ ജീവൻ രക്ഷിച്ച മൃതസഞ്ജീവനി എന്ന നാഗമണിയുടെയും കഥ. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. അച്ഛൻ പറഞ്ഞ കഥകളുടെ 17-ാം ഭാഗത്തിൽ കാണാം. താങ്ക് യു.